നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. മൾട്ടി ഡിസിപ്ലിനറി പേപ്പർ ആയിട്ടുള്ള ക്രിമിനോളജിയിലെ 4ാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് പണിഷ്മെന്റ് ആൻഡ് പീനോളജി ഇൻ ഇന്ത്യ എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പണിഷ്മെന്റ് ടൈപ്പുകളെ കുറിച്ചാണ്, ശിക്ഷാ രീതികളെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ IPC ഇന്ത്യൻ പീനൽ കോഡ് 53 പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള ശിക്ഷാവിധികൾ, അത് പിന്നീട് 2023 ഭാരതീയ ന്യായ സംഹിത എന്ന പേരിൽ അതിനെ ഉടച്ചു വാർത്ത് പുതിയ രീതിയിൽ കാലത്തിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ അതിനെ ഉടച്ചു വാർക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ത്യയിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ശിക്ഷാ രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ്, മരണശിക്ഷയാണ്. ഏറ്റവും കഠിനമായിട്ടുള്ള ശിക്ഷ, ഏറ്റവും കൂടിയ ശിക്ഷയാണ് മരണശിക്ഷ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് സാധാരണ കേസുകൾക്കൊന്നും മരണശിക്ഷ വിധിക്കില്ല. ഏറ്റവും അപൂർവവും അതിഗുരുതരവുമായിട്ടുള്ള വിഷയങ്ങളിൽ, കേസുകളിൽ മാത്രമാണ്, അപൂർവങ്ങളിൽ അപൂർവവും ഒക്കെ ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും ഗൗരവം ആർജിക്കുന്ന കേസുകളിൽ മാത്രമാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകുന്നത്. ഉദാഹരണത്തിന് ഭീകരവാദം, രാജ്യദ്രോഹം, പിന്നെ ഒരുപാട് പേരുടെ കൂട്ടക്കൊലപാതകങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കേസുകളിലാണ് വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. ഇനി ഇന്ത്യയില് മരണശിക്ഷ എന്ന് പറയുന്നത് നിയമപരമായിട്ട് സാധുവാണ്, എങ്കിലും റയറസ്റ്റ് ഓഫ് റയർ എന്ന തരത്തിലുള്ള അപൂർവങ്ങളിൽ അപൂർവ കേസുകളിൽ മാത്രമേ ഇത്തരം ഒരു പണിഷ്മെന്റ് നൽകാറുള്ളൂ. അപ്പൊ ഇത് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഹാങ്ങിങ് ബൈ നെക്ക് ടിൽ ഡെത്ത് എന്ന ഒരു രീതിയാണ്. അതായത് കഴുത്തില് കുരുക്കിട്ട് കയറിൽ തൂക്കിക്കൊല്ലുക എന്ന രീതിയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ദെൻ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ആണ്, അതായത് ആജീവനാന്ത തടവാണ്. ആജീവനാന്ത തടവ് എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതകാലം മുഴുവൻ തടവിൽ പാർപ്പിക്കുക എന്നതാണ് അതിന്റെ വാചികമായിട്ടുള്ള അർത്ഥം. എങ്കിലും ആജീവനാന്ത ശിക്ഷ 14 വർഷമൊക്കെ ആയി കഴിയുമ്പോൾ മാർഗപരമായിട്ട് അതിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ് സാധാരണഗതിയിൽ. പക്ഷെ ലൈഫ് ഇംപ്രിസൺമെന്റ് എന്നാണ് അതിനെ പറയുക. ആജീവനാന്ത കാലത്തേക്കാണ് ശിക്ഷിക്കുന്നത്. എങ്കിലും 14 വർഷം ഒക്കെ കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് മോചനം ലഭിക്കാറുണ്ട്. അപ്പൊ കുറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള കൊലപാതകം, അതുപോലെ വളരെ ഭയാനകമായിട്ടുള്ള കൊലപാതകങ്ങൾ, ബലാത്സംഗം, ആക്രമണങ്ങൾ, ഇങ്ങനത്തെ കേസുകൾക്കൊക്കെ ലൈഫ് ഇംപ്രിസൺമെന്റ്, ജീവപര്യന്തം ഒക്കെ നൽകാറുണ്ട്. ജീവപര്യന്തം, ഇരട്ട ജീവപര്യന്തം എന്നൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ വായിച്ചറിയുന്നതാണ്. ദെൻ കഠിന തടവാണ്, അതായത് റിഗറസ് ഇംപ്രിസൺമെന്റ് ആണ് മറ്റൊരു രീതി എന്ന് പറയുന്നത്. അത് തടവിനോടൊപ്പം ശാരീരിക തൊഴിലുകൾ നിർബന്ധമായി ചെയ്യേണ്ടി വരുന്ന ഒരു രീതിയാണ് റിഗറസ് ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ തടവുകാര് ജയിലില് ജോലികളൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പണിഷ്മെന്റ് രീതിയാണ്. ഇതും വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പണിഷ്മെന്റ് മെത്തേഡാണ്. ദെൻ സിമ്പിൾ ഇംപ്രിസൺമെന്റ് ആണ് മറ്റൊന്ന്. സാധാരണ തടവ് എന്ന് പറഞ്ഞാൽ തടവിൽ പാർപ്പിക്കുക ആണ് ഇതിന്റെ ഒരു രീതി. സാധാരണ രീതിയിലുള്ള ചെറിയ കുറ്റങ്ങൾക്ക് ഒക്കെ നൽകുന്ന ശിക്ഷയാണ്. അത്ര ഗൗരവമുള്ളതല്ല, വളരെ ലഘുവായിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്കാണ് ഈ ഒരു രീതിയിലുള്ള ശിക്ഷ നൽകുന്നത്. ഇനി മറ്റൊരു ശിക്ഷ എന്ന് പറയുന്നത് ഫൈനാണ്, പിഴ ഈടാക്കുക. ഇത് ഒരു സാമ്പത്തിക ശിക്ഷയായിട്ട് നമുക്ക് ഇതിനെ പറയാം, അല്ലെ? സാമ്പത്തിക ശിക്ഷയാണ്, ഫൈന് ഈടാക്കുകയാണ്. ചില കുറ്റകൃത്യങ്ങൾ മാത്രം പിഴ നൽകിയാൽ പോരാ, അത് ചിലതില് പിഴയും അതോടൊപ്പം തന്നെ തടവും രണ്ടും ഉണ്ടാവാറുണ്ട്. ഈ പോക്സോ കേസുകളിലൊക്കെ തടവും പിഴയും, ഈ ഇരയ്ക്ക് ലൈഫ് സെറ്റിൽമെന്റും ഒക്കെ, അതായത് പുനരധിവാസവും ഒക്കെ നമുക്ക് പലപ്പോഴും ഇത്തരം കേസുകളിലൊക്കെ വിധിക്കുന്നത് നമ്മൾ കേൾക്കാറുള്ളതാണ്. അപ്പോ പിഴ അടയ്ക്കാൻ നിർധനരായ പ്രതികൾക്ക് പകരം തടവ്, അഡീഷണല് പിഴ ഒടുക്കാത്ത പക്ഷം 6 മാസം കൂടി അധിക തടവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ശിക്ഷ വരുന്നത്. ദെൻ ഈ IPC സെക്ഷൻ 53 പ്രകാരം ഉള്ള ശിക്ഷകളുടെ പട്ടികയാണ് ഇനി നമ്മൾ താഴെ പറയുന്നത്. ഒന്ന് ഡെത്ത് പണിഷ്മെന്റ് ആണ്, അതായത് ക്യാപിറ്റൽ പണിഷ്മെന്റ്. ദെൻ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ആണ്. ദെൻ റിഗറസ് ഇംപ്രിസൺമെന്റ് ആണ്, സിമ്പിൾ ഇംപ്രിസൺമെന്റ്, അതുപോലെ തന്നെ ഫൈന്. ഇത്രയും ശിക്ഷകളാണ് നൽകാറുള്ളത്. ഇനി ഈ ശിക്ഷയുടെ തരങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ വിശദീകരിച്ചു. ക്യാപിറ്റൽ പണിഷ്മെന്റ് തൂക്കിക്കൊല്ലുകയാണ്. ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്നത് ആജീവനാന്തകാലം തടവാണ്. സെക്ഷൻ 53 പ്രകാരമാണ് ലൈഫ് ഇംപ്രിസൺമെന്റും അതുപോലെ തന്നെ
ക്യാപിറ്റൽ പണിഷ്മെന്റും ഒക്കെ വരുന്നത്. ഇനി റിഗറസ് ഇംപ്രിസൺമെന്റ് തടവിനൊപ്പം തൊഴിൽ കൂടിയുള്ള അതും സെക്ഷൻ 53 പ്രകാരമാണ്. സിമ്പിൾ ഇംപ്രിസൺമെന്റ് സെക്ഷൻ 53 ആണ്, പക്ഷെ അത് താരതമ്യേന ലഘുവായിട്ടുള്ള കുറ്റങ്ങൾക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.